ആദ്യമായിട്ടാണ് ഒരു കോമഡി ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഡാർക്ക് ഹ്യൂമർ അങ്ങനത്തെ ഒരു ട്രാക്കിലുള്ളൊരു സിനിമ എഴുതുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഒരു റൈറ്റിങ്ങിനകത്തിൽ ഒരു ഡിഫറെൻ്റ് ഒരു രീതി പരീക്ഷിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എടുത്തു പറയാവുന്ന ഒരു 2-3 ട്രാക്കിലായിട്ട് കഥകൾ വന്നിട്ട് ഈ കഥകളെല്ലാം കൂടെ ഒരു മെർജ് ചെയ്യുന്ന പോലെയാണ് ഒരു റൈറ്റിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ഇവരിൽ പലരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ പരസ്പരം യാതൊരു ബന്ധമില്ലാത്തവരും അന്നേ ദിവസം ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിട്ടായിരുന്നെങ്കിൽ ലൈഫിൽ ഒരിക്കലും കണ്ടുമുട്ടുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് ഇതിൽ പലരും ചെയ്യുന്നത്. തമ്മിൽ ബന്ധമുള്ളത് വളരെ അപൂർവമായ ആളുകൾ തമ്മിലുണ്ട്. അപ്പം അവരെല്ലാവരും അവരവരുടേതായ ഒരു കഥകളിലൂടെ വന്ന് ആ കഥകൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പല ജംഗ്ഷനിൽ വെച്ച് കൂട്ടിമുട്ടി അവസാനം എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന പോലെയാണ് ഇതൊരു റൈറ്റിംഗ്. പിന്നെ ഹ്യൂമർ ചെയ്യുന്ന നമ്മുടെ ഒരു വിവിധ കാലഘട്ടങ്ങളിൽ, അതായത് 90-കളിലും ഇങ്ങോട്ട് സിദ്ദിഖേട്ടൻ വായിച്ചേട്ടൻ അങ്ങനെയുള്ള ഹ്യൂമർ വളരെ മനോഹരമായി ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലെ ആൾക്കാർ തുടങ്ങി ഒരു കുറച്ച് ഒരു 10 വർഷം മുമ്പത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അരി ഇതിനെ പോലെ അങ്ങനെയൊക്കെയുള്ള ആളുകളും ഈ കാലഘട്ടത്തിൽ ഹ്യൂമർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ബേസിൽ, ഗ്രേസ്, അൽത്ത, ഇങ്ങനെ പല ജനറേഷനിൽ ഹ്യൂമർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെച്ചതിനപ്പുറം വളരെ മനോഹരമായ രീതിയിൽ അത് അവർ പെർഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് റൈറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമ പരമാവധി 15-ാം തീയതി റിലീസാണ്. ആ വിവരവും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രധാന കഥാപാത്രം, അതായത് മെയിൻ ലീഡ് ബേസിലാണ് ഹീറോ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ബേസിലിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എബി സക്കറിയ പുഴിക്കുന്നിൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പറ്റിയും സിനിമയെ പറ്റിയും ഇനി നമ്മളോട് സംസാരിക്കും.
വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. ഒരുപാട് ഡോസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ആയിട്ട് മലയാളി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ നേരെ ഒരു ടോട്ടലി വേറെ ഇമോഷണൽ പ്രോബ്ലം ഡ്രാമ ചെയ്തു. ഇതിനെക്കുറിച്ച് വിശ്വനാഥ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമയായത് തന്നെയാണ്. അതിനകത്ത് അതിൻ്റെ എലമെൻസ് നല്ലതാണ്. അതിൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. വ്യത്യസ്തമായ കഥകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ്. പക്ഷേ ബോധപൂർവം ഈ സമയത്ത് അത് കൊണ്ടേ പ്ലേസ് ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അതങ്ങ് ഒരു ഒത്തു വന്നതേ ഉള്ളൂ. സാർ ഒരിക്കൽ നമ്മുടെ ലെവൽ ക്രോസിന്റെ പ്രസ് മീറ്റിൽ ആസിഫിൻ എന്ന ആക്ടറിനെ ഒരു വൺ വേർഡിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറഞ്ഞു. അതേസമയം ബേസിലിന് എങ്ങനെ പ്രസന്റ് ചെയ്യും? ഒരു ടൈറ്റിൽ നെയിം കൊടുക്കുവാണെങ്കിൽ എന്ത് പേരിട്ട് കൊടുക്കും? ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. എനിക്ക് പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഇല്ല. ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ്. അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം. അതെന്ത് വലുത് ചെറുത് അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല, പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല. പക്ഷേ ഇത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് തന്നെ ചിരി, അതിനാണ് ഞങ്ങളുടെ ശ്രമം. ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക, അതാണ് കാരണം. അപ്പം ആ ഒരു ബേസിക്കലി സിനിമയെല്ലാം എൻ്റർടൈൻ ചെയ്യണം. അത് പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാം. നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എൻ്റർടൈൻ ചെയ്യാം, ഹൊറർ സിനിമകളിലൂടെ എൻ്റർടൈൻ ചെയ്യാം. പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പം അത് തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നുണക്കുഴി. അത് എന്താ പറയുക, അത് ഇതായോ എന്ന് എന്താ പറയുക, അത് ഫുൾഫിൽഡ് ആയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്കെല്ലാവരും കോൺഫിഡൻ്റ് ആണ്, ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പ്രേക്ഷകരാണ് വിധികർത്താക്കൾ, അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു കോമഡി എൻ്റർടൈനർ അതാണ്. അത് നിങ്ങൾ സിനിമ കാണുക, അതിന് എനിക്ക് ഒത്തിരി ഇപ്പം പറയാൻ പറ്റത്തില്ല. കോമഡി ത്രില്ലർ അല്ല, കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാമോ? എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം അത്യാവശ്യം കുറേ ചിരിച്ചു. ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നത്. കോമഡി ത്രില്ലർ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ പറ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും.